അദ്ദേഹവുമായി പുലബന്ധം പോലും ഇല്ലാത്ത വിഷയങ്ങൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുവാൻ ശ്രമിച്ചു. നിരന്തരമായി പ്രകോപനം സൃഷ്ടിച്ച് അദ്ദേഹത്തെ സംഘർഷത്തിൽ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്തു നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ തന്നെ നിങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ തന്നെ സ്ഥാനാർത്ഥിയെ തടയുന്ന സാഹചര്യം CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മലബാറിൽ ഉണ്ടായിരിക്കുന്ന CPM കോട്ടകളിലെ വിള്ളൽ ഇപ്പോൾ CPM-ന്റെ ഇതിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? ശ്രീ ഷാഫി പറമ്പിലിനോടുള്ള അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? ശ്രീമതി ശൈലജ ടീച്ചർ പരാജയപ്പെട്ടു. ആ തോൽവി കഴിഞ്ഞ് 2 വർഷത്തോളമായിട്ടും ഉൾക്കൊള്ളാൻ CPM-ന്റെ പ്രവർത്തകർക്ക് കഴിയാത്തത് കൊണ്ടാണ്. അത് 5-10 വോട്ടിനല്ല, 1,14,000 വോട്ടിന് തോറ്റ ആ തോൽവി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരമായി ആ സമയത്തെ കാഫിർ സ്ക്രീൻഷോട്ടുകളൊക്കെ നിങ്ങൾക്കറിയാം. ഏറ്റവും ഒടുവിൽ ഇന്നലെ പോലും നമ്മളിവിടെ വരുമ്പോൾ മനസ്സിലാക്കുന്ന കുറച്ചും കൂടി ഗ്രാവിറ്റിയുള്ള വിഷയമാണ്. ഒരു UDF-ന്റെ ഒരു വലിയ പ്രകടനം നടക്കുന്നു. ആ പ്രകടനത്തെ ആക്രമിക്കുവാൻ വേണ്ടി 50ഓളം വരുന്ന ആയുധധാരികളായ CPM-ന്റെ സംഘം അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലീസിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? പോലീസ് ആ ആയുധധാരികളായ അക്രമകാരികളെ ഒഴിച്ചുവിടണം. ടിയർ ഗ്യാസ് പ്രകടനത്തിന് നേർക്ക് ഉപയോഗിക്കുന്നു. ശ്രീ ഷാഫി പറമ്പിൽ അവിടെ എത്തിയിരുന്നില്ല എങ്കിൽ ഒരു വലിയ കാഷ്വാലിറ്റി അവിടെ ഉണ്ടാകുമായിരുന്നു, ഉറപ്പാണ്. പോലീസിൻ്റെ സ്ക്രിപ്റ്റിൽ ആ കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു. ഒരു വലിയ അത്യാഹിതം ഉണ്ടാകണമെന്ന് പോലീസ് ആഗ്രഹിച്ചു. ആ അത്യാഹിതത്തെ ശ്രീ ഷാഫി പറമ്പിലിൻ്റെ ഇടപെടൽ കൊണ്ട് തടുത്ത് നിർത്തിയതിൻ്റെ കൂടി അരിശം അതിനകത്തുണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അബദ്ധത്തിൽ സംഭവിച്ചതല്ല, കൃത്യമായി ബോധപൂർവം സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. അത് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതായിട്ട്. യെസ്, വളരെ കൃത്യമാണ്. രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. വ്യക്തമായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ സംസാരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പേരാമ്പ്രയിൽ നടന്ന കാര്യങ്ങൾ, അവിടെ വലിയ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ വലിയ ഒരു സ്ക്രിപ്റ്റ് പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. ആ കാര്യം എന്ന് പറയുന്നത് UDF-ന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഉത്തരവ്. ഏതുപോലെ ഒരു കൂത്തുപറമ്പ് ആവർത്തിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് അവിടെ നടത്തിയിരുന്നു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ വെച്ചാണ് ഇത് തുടങ്ങുന്നത്? ഇന്നലെയല്ല, അതിന്റെ തലേ ദിവസം മെനിഞ്ഞാന്ന് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ക്യാമ്പസുകൾക്കും ഇലക്ഷൻ നടന്ന ദിവസം. അന്ന് പേരാമ്പ്ര കോളേജിൽ ഇന്ന് വരെ SFI അടക്കി ഭരിച്ചിരുന്ന ആ പേരാമ്പ്ര കോളേജിലെ യൂണിയന്റെ ചെയർമാനായിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു കയറുന്നു. ആ മക്കള് പേരാമ്പ്ര ടൗണിൽ പ്രകടനം നടത്തുമ്പോൾ നിങ്ങൾ പ്രകടനം നടത്തരുത് എന്ന് പറഞ്ഞ് അവരുടെ നേരേക്ക് ഗ്രനേഡ് എറിയുന്ന പോലീസുകാരൻ. അതിന്റെ പ്രതിഫലനമായിട്ട് ഇന്നലെ പേരാമ്പ്ര ടൗണിൽ ഹർത്താൽ ആചരിക്കുന്നു. ആ ഹർത്താൽ കഴിയുന്ന വൈകുന്നേരം അവിടെ ഒരു പ്രകടനം നടത്തുന്നു UDF-കാര്. ആ പ്രകടനത്തെ നേരിടാൻ ഈ പറയുന്ന DYFIയുടെ ഗുണ്ടകൾ സർവ്വസന്നാഹങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്ന് നിൽക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന പോലീസ് എന്താണ് അവിടെ നടത്തിയത്? ഈ പറയുന്ന UDF-ന്റെ പ്രവർത്തകർക്ക് നേരെ ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്നു. ആ ടിയർ ഗ്യാസ് ഉപയോഗിച്ച് അവരുടെ കണ്ണുകൾ കാണാൻ പറ്റാതെയാവുന്ന അവസരത്തിൽ ആക്രമിക്കാനായിരുന്നു ഈ പറയുന്ന DYFIയുടെ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ധാരണ. അതിനിടയിലേക്കാണ് ഷാഫി പറമ്പിൽ കയറി വരുന്നത്. അവിടെ ഇന്നലെ എത്രയോ അധികം UDF-ന്റെ പ്രവർത്തകരുടെ ജീവനറ്റ ശരീരങ്ങൾ ഉണ്ടാവേണ്ട സ്ഥാനത്ത് ഷാഫിയുടെ ഇടപെടലുകൾ വളരെ വ്യക്തമായി ഇവരുടെ എല്ലാ ഗൂഢ പദ്ധതികളെയും തകർത്തെറിയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഷാഫി പറമ്പിലിനെ ഈ പറയുന്ന നെറികെട്ട നാണംകെട്ട വൃത്തികെട്ട ഗുണ്ടകൾ ഇന്നലെ തല്ലിച്ചതച്ചത്. അയാളുടെ മൂക്കടിച്ച് പൊട്ടിച്ചത്, അയാളുടെ തലയടിച്ച് പൊട്ടിച്ചത് ഈ പറയുന്ന പോലീസുകാര്. കാരണം ഇവർക്ക് മുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാടെ പൊളിഞ്ഞു പോയപ്പോ അതിന്റെ അരിശം തീർക്കുകയായിരുന്നു ഇന്നലെ പേരാമ്പ്രയിലെ ഈ കാക്കിയിട്ട സഖാക്കൾക്ക് കൂട്ടിന് ആയുധധാരികളായ DYFIയുടെ ഗുണ്ടകളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫിയുടെ ഇടപെടൽ ഇവരുടെ പ്ലാനുകളെ പൊളിച്ചു കളഞ്ഞപ്പോൾ ആ ഷാഫിയെ ഇവർ നേരിട്ടു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമല്ല ഷാഫിയെ നേരിട്ടത്. ഷാഫിയെ ഇനി എവിടെ കിട്ടിയാലും വെറുതെ വിടണ്ട, കൊല്ലാൻ പറ്റുമെങ്കിൽ കൊന്നോളൂ എന്നുള്ള നിർദ്ദേശം ഈ പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതുപോലെ TP ചന്ദ്രശേഖരനെ വെട്ടിവീഴ്ത്തി ഒഞ്ചിയത്തിന്റെ മണ്ണിൽ TPയെ ഇല്ലാതെയാക്കിയതുപോലെ വടകരയുടെ മണ്ണിൽ ഷാഫി ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് സഖാക്കൾ ആഗ്രഹിക്കുന്നു. അതിന്റെ കാരണം എന്താ?
2024 ഇലക്ഷൻ കഴിഞ്ഞിട്ട് 2 വർഷം പൂർത്തിയാവുകയാ. ഈ 2 വർഷമായിട്ടും KK ശൈലജയ്ക്ക് പോലും അവിടുത്തെ വടകരയിലെ ആ തോൽവി ഇപ്പോഴും KK ശൈലജയുടെ ഉറക്കം കെടുത്തുന്നു എന്നുള്ളതാണ്. KK ശൈലജയുടെ ഉറക്കം കെടുത്തുന്നു. ശൈലജ എവിടെ പോയി കഴിഞ്ഞാലും പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. അത്രയധികം ശൈലജയെ അലട്ടുന്നുണ്ട്. ശൈലജ വൈകുന്നേരമായി രാത്രിയായി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ശൈലജയുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിൽ ആദ്യമായി കാലുകുത്തിക്കൊണ്ട് ആ വടകരയിൽ നടത്ത ഒരു പ്രസംഗമുണ്ട്. ഏതാണ് ആ പ്രസംഗം അവിടെയുള്ള ഒരു ടീച്ചറെ കുറിച്ചായിരുന്നു, വടകരയുടെ ടീച്ചറമ്മയെ കുറിച്ച്. ആരായിരുന്നു വടകരയുടെ ടീച്ചറമ്മ? വടകരയുടെ ടീച്ചറമ്മ ഒഞ്ചിയത്തിന്റെ മണ്ണിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ വന്നുകൊണ്ട് കുത്തി വീഴ്ത്തിയതിനു ശേഷം വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയ TP ചന്ദ്രശേഖരന്റെ അമ്മ പത്മിനി അമ്മ. ആ അമ്മയെ കുറിച്ചായിരുന്നു ഷാഫി പറമ്പിൽ വടകരയുടെ ടീച്ചറമ്മ എന്ന് വിശേഷിപ്പിച്ചത്. അന്ന് തുടങ്ങിയതാണ് സഖാക്കളുടെ ഈ കലി, സഖാക്കളുടെ ഈ ഒരു അസ്വസ്ഥത, സഖാക്കളുടെ രോഷം. ഷാഫി പറമ്പിലിനെ നേരിടാൻ ഇവരെന്തൊക്കെ പദ്ധതിയിട്ടു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടങ്ങളിൽ ഷാഫിയെ തടയാൻ ഇവർ തയ്യാറായില്ലേ? ഷാഫിയെ കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് എപ്പോ കാത്തിരിക്കുന്ന പകലോ വൈകുന്നേരമല്ല, വൈകുന്നേരം 7 മണിക്ക് വരാമെന്ന്, പങ്കെടുക്കാമെന്ന്, നടത്താമെന്ന് ഉദ്ദേശിച്ച പരിപാടികൾ ജനബാഹുല്യം കൊണ്ട് ഓരോ പരിപാടികൾ ഇങ്ങനെ ഡിലേ ആയിട്ട് അവസാനം വൈകുന്നേരം 7 മണിക്ക് നടക്കേണ്ട പരിപാടി അന്നത്തെ ദിവസത്തെ രാത്രി ഇങ്ങനെ കടന്നുപോയി നേരം പുലരാനായി 4 മണി, അതിരാവിലെ പുലർച്ചെ 4 മണിയായിട്ടും ആ പരിപാടിക്ക് ഷാഫി പറമ്പിൽ വന്നു കയറുമ്പോൾ അവിടെയും ആയിരങ്ങൾ തടിച്ചുകൂടി ഷാഫിയെ സ്വീകരിക്കുകയും ഷാഫിയെ കെട്ടിപ്പിടിക്കുകയും അയാളെ ആവേശത്തോടു കൂടി കാണുകയും ചെയ്യുന്ന ആളുകളെ കണ്ടത് മുതൽ ഇവരുടെ പിരിവെട്ടി തുടങ്ങിയതാണ്. അന്ന് മുതൽ അയാളെ വർഗീയവാദിയാക്കാൻ ആദ്യം ശ്രമങ്ങൾ നടത്തി. അത് കഴിഞ്ഞിട്ട് അത് ഏൽക്കാതെ വന്നപ്പോ ഈ അടുത്ത കാലത്ത് അയാളെ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അധിക്ഷേപിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. അതൊന്നും എവിടെയും ഏൽക്കില്ല എന്ന് കണ്ടപ്പോ ഇന്നലെ കിട്ടിയ സാഹചര്യത്തിൽ ഷാഫിയുടെ തലയും മൂക്കും അടിച്ചു പൊട്ടിച്ച് അയാളെ കായികമായി നേരിട്ടുകൊണ്ട് അയാളെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമമെങ്കിൽ സഖാക്കളെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ? ഈ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങളുടെ അടിവേര് പിഴുതെറിയുന്ന ദിവസം അതിവിദൂരമല്ല. എങ്ങനെ സഹിക്കുമല്ലേ സഖാക്കൾക്കല്ലെങ്കിലും? എന്തൊക്കെയായിരുന്നു പദ്ധതികൾ, എന്തൊക്കെയായിരുന്നു പ്ലാനുകൾ, എന്തൊക്കെയായിരുന്നു കണക്കുകൂട്ടലുകൾ, എന്തൊക്കെയായിരുന്നു ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ. ടീച്ചർ, എന്തിനധികം ഈ പറയുന്ന ടീച്ചർ, ശൈലജ ടീച്ചർ ഡൽഹിയിൽ ഫ്ലാറ്റ് വരെ വാങ്ങിയതാണ്. എന്തിന്? പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സാഹചര്യങ്ങളിൽ താൻ അവിടെ പോകുമ്പോൾ വടകരക്കാർക്ക് നിവേദനം നൽകാൻ ഡൽഹിയിലെത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് സൗകര്യപ്രദമായി കാണാൻ വേണ്ടി ടീച്ചർക്ക് താമസിക്കാൻ വേണ്ടി ഡൽഹിയിൽ ഫ്ലാറ്റ് വാങ്ങിയ ടീച്ചർ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ആ ഫ്ലാറ്റ് നഷ്ടത്തിൽ വിൽക്കേണ്ടി വന്നു. കൊടുത്ത വില പോലും കിട്ടിയില്ല. മറിച്ച് വിറ്റപ്പോൾ ടീച്ചർ വാങ്ങിയ വില പോലും അതിന് കിട്ടിയില്ല, നഷ്ടത്തിൽ വിൽക്കേണ്ടി വന്നു. അവിടെയും തീർന്നു. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ടീച്ചർ പൊട്ടിയത് എങ്ങനെയാ? അതിന് മുമ്പത്തെ ഇലക്ഷനിൽ, ഷാഫി മത്സരിക്കുന്ന തൊട്ട് മുമ്പത്തെ പാർലമെന്റ് ഇലക്ഷനിൽ, മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായ ആ ഇലക്ഷനിൽ അന്ന് ആരായിരുന്നു മുരളീധരന്റെ എതിർ സ്ഥാനാർത്ഥി? ആരായിരുന്നു സഖാക്കളുടെ സ്ഥാനാർത്ഥി? ജയരാജൻ സഖാവല്ലായിരുന്നോ? ജയരാജൻ സഖാവ് പൊട്ടിയതിലും വലിയ മാർജിനിൽ ടീച്ചർ പൊട്ടി, 8 നിലയിൽ പൊട്ടി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാനുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് അവിടെയും പൊട്ടി, എല്ലാം പൊട്ടി, തകർന്നു, സ്വപ്നങ്ങൾ തകർന്ന് തരിപ്പണമായി. ടീച്ചർക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു അപ്പൊ ഷാഫിയോട്, സ്ത്രീകളോട് കുറച്ചെങ്കിലും മാന്യത കാണിക്കാമായിരുന്നില്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ 8 നിലയിൽ പൊട്ടിച്ചത് എന്ന്. ഇപ്പോഴും ടീച്ചർക്ക് അതിന്റെ വേദന താങ്ങാൻ പറ്റുന്നില്ല. സഖാക്കൾക്ക് അത്രയും താങ്ങാൻ കഴിയുന്നില്ല. ആ വേദന കൊണ്ടു നടക്കുന്നവരാണ് സഖാക്കൾ. ഷാഫിയെ വീഴ്ത്താൻ 1 സെക്കൻഡ് കിട്ടിയാൽ മതി, അവർ വീഴ്ത്തിയിരിക്കും. ചെമ്പട, ഇത് ചെമ്പട എന്ന് പറഞ്ഞപ്പോ ആ ചെമ്പ് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയിട്ട് വെളുത്തുപോയ ചെമ്പ് പാളികളാണെന്ന് അന്ന് കേരളത്തിലെ ജനം തിരിച്ചറിയുന്നില്ല. പക്ഷെ ഇന്ന് അത് തിരിച്ചറിയുന്നു.
ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും ക്രൂരമായ മർദ്ദനങ്ങളും കൊണ്ട് ഇറങ്ങിക്കൊണ്ട് ഷാഫി പറമ്പിലിനെ ഇല്ലാതാക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ സഖാക്കളെ, നിങ്ങൾക്ക് തെറ്റി. വടകരയും പേരാമ്പ്രയും കുറ്റ്യാടിയും നാദാപുരവും കൂത്തുപറമ്പും തലശ്ശേരിയും കൊയിലാണ്ടിയും മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ കോട്ടകളിൽ ഷാഫി പറമ്പിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു. ആ വിള്ളൽ നിങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. ആ വിള്ളൽ നിങ്ങളുടെ കോട്ടകളിൽ വിള്ളൽ വീണത് നിങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിയാത്ത തരത്തിൽ, അല്ലെങ്കിൽ ആ വിള്ളൽ പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ട് ആ വിള്ളൽ പരിഹരിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതിനു പോലും സാധ്യമല്ലാത്ത രീതിയിൽ നെടുകെ പിളർന്നിരിക്കുന്നു. നിങ്ങളുടെ കോട്ടകളൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഷാഫി പറമ്പിലിന്റെ വടകരയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഈ പറയുന്ന നിയോജക മണ്ഡലം, അസംബ്ലി മണ്ഡലങ്ങളായിട്ടുള്ള തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര ഈ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ നിങ്ങളുടെ കോട്ടകൾ വിള്ളൽ വീണി പൊളിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ആ തിരിച്ചറിവുണ്ട്. അത് തന്നെയാണ് ഷാഫിയെ നിങ്ങൾ ഇങ്ങനെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്, അയാളെ വെട്ടി വീഴ്ത്തുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നത്. പക്ഷേ നിങ്ങൾക്ക് അയാളുടെ മൂക്കടിച്ച് പൊട്ടിക്കാൻ കഴിഞ്ഞു, അതും കാക്കിയിട്ട ക്രിമിനലുകളുടെ സഹായത്തോടു കൂടി. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും സാധിക്കില്ല. പക്ഷേ ഈ കാക്കിയിട്ട ക്രിമിനലുകൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ആജീവനാന്ത മുഖ്യമന്ത്രിയല്ല. ഈ കേരളം പിണറായി വിജയൻക്ക് ആരും തീരെഴുതി കൊടുത്തിട്ടുമില്ല. പിണറായി വിജയൻ അതിവിദൂരമല്ലാത്ത കാലത്തിന്റെ ഒരു ഭാവിയിൽ പിണറായി വിജയൻ ആ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് എടുത്തെറിയപ്പെടും. അതിനപ്പുറം കാക്കിയിട്ട ഈ ക്രിമിനലുകൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കാർക്കും ശമ്പളം വരുന്നത് അത് AKG സെന്ററിൽ നിന്നല്ല, അത് പൊതുജനത്തിന്റെ നികുതി പണത്തിൽ നിന്നാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടായിക്കോ. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി കസേരയിൽ അടുത്തത് ഇരിക്കാൻ പോകുന്നത് കോൺഗ്രസ്സുകാരനാണ്. ആ ബോധം നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ്. ഇന്നലെ അവിടെ അഴിഞ്ഞാടിയ എല്ലാ തെമ്മാടികളെയും ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളെയൊക്കെ മുഖം ഞങ്ങൾ മറക്കില്ല ഒരിക്കലും. ഭരണം മാറട്ടെ, ഞങ്ങളുടെ കാലം വരും. അന്ന് ഇതിനൊക്കെ എണ്ണി നിങ്ങളെ കൊണ്ട് പകരം ചോദിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഒരു കാക്കിയിട്ട സഖാവിനും വേണ്ട എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്.